അങ്ങനെ സാറ് ഇക്കണോമിക് എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ സാരല്ല അങ്ങനെ അല്ല. കോട്ടിങ്, യു ആർ നോട്ട് കോട്ടിങ് എനി ഫാക്ട്. The fact is today 92.5% of the revenues of the government of Kerala. ആര് പറഞ്ഞു ചർച്ച? ചോദിക്കേണ്ടത് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് ഭരിച്ച ഒരു സർക്കാരോടാണ് ചോദിക്കേണ്ടത്. അത് വളരെ സങ്കടം. അവിടെ പറഞ്ഞാൽ മതി. നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ബേസിക് ഇക്കണോമിക്സ് അറിയുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാവും. ഇത് ആദ്യം ചോദിച്ചൊരു പ്രശ്നമാണ്. ഇദ്ദേഹം തന്നെയാണ് ചോദിച്ചത്. സാറ് ഇത് ചോദിച്ച പ്രശ്നമാണ്. ഞാൻ ഇത് ആദ്യം മറുപടി തന്നതാണ്. സാർ അത് മറന്നുപോയി എന്ന്. നമസ്കാരം. അത് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി സംസാരിച്ചുള്ള പൊതുവെ കേരളത്തിലെ വികസിതമായ കേരളത്തെക്കുറിച്ച്, അതിൻ്റെ മാറ്റത്തെ സംബന്ധിച്ച്, നയരേഖയെ സംബന്ധിച്ചാണ്. അതൊക്കെ ഒരു പ്രാദേശികമായ വിഷയങ്ങളാണ്. എന്താണ് അതിൻ്റെ ഒരു പ്ലാൻ? ആൻഡ് ഓൾസോ ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു നോ യുവർ ലാസ്റ്റ് 12 years ഇന്ത്യൻ ഗവൺമെന്റിന്റെ ടോട്ടൽ കടം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കടം 55 കോടി ഉണ്ടായിരുന്നത് 197 ലക്ഷം കോടിയായിട്ട് 55 ലക്ഷം കോടിയിൽ നിന്ന് 197 ലക്ഷം കോടി വർദ്ധിച്ചു ഇൻ ദി ലാസ്റ്റ് 12 years. സാറ് ഇത് ചോദിച്ച പ്രശ്നമാണ്. ഞാൻ ഇത് ആദ്യം മറുപടി തന്നതാണ്. സാർ അത് മറന്നുപോയി എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഡെറ്റ് ബൈ ഇറ്റ് സെൽഫ് ഒരു ഇഷ്യൂ അല്ല. പക്ഷേ ഡെറ്റ് എടുക്കുമ്പോൾ അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് GDP ആണെങ്കിൽ GDP, GSDP ആണെങ്കിൽ GSDP വർദ്ധിക്കണം, ഇൻക്രീസ് ചെയ്യണം. ആ ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി വർദ്ധിക്കണം, ഇൻക്രീസ് ചെയ്യണം. ഇവിടെ നടക്കുന്നത് 3 ഇരട്ടി 3 times ഡെറ്റ് വർദ്ധിക്കുന്നു, GSDP വർദ്ധിക്കുന്നത് 2 times. അത് അൺസസ്റ്റൈനബിൾ ആണ്. ബേസിക് ഇക്കണോമിക്സ് അറിയുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാവും. ഇത് ആദ്യം ചോദിച്ചൊരു പ്രശ്നമാണ്. ഇദ്ദേഹം തന്നെയാണ് ചോദിച്ചത്. മറുപടി തന്നതാണ്. ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അതൊരു എക്കണോമിക് ക്ലാസ് ഞാൻ എടുക്കാം. എന്ത് കേരളം ചോദിക്കാല്ല, ഇത് ചോദിച്ച് തരേണ്ട ഇഷ്യൂ അല്ലല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് ലാൻഡ് അക്വസിഷൻ ചെയ്തിട്ട് അതിന്റെ പ്രിപ്പറേറ്ററി വർക്ക് അതിനു വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ അത് നടക്കില്ല. ഇതൊരു സാന്റാ ക്ലോസ് ഒന്നല്ലല്ലോ. അത് വളരെ സങ്കടം. അവിടെ പറഞ്ഞാൽ മതി. നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ മറുപടി അറിയാം. ഇത് 2017 സെൻട്രൽ ഗവൺമെന്റ് തന്നൊരു ഓഫറാണ് എയിംസിന്റെ. പക്ഷേ ഇതുവരെ ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് എയിംസ് കൊണ്ടുവരാൻ കഴിയുക? പിന്നെ മറ്റൊരു കാര്യം, ഇതിനെക്കുറിച്ച് താങ്കൾ ചോദിച്ചല്ലോ. ഒരു 3-4 ആഴ്ച മുമ്പ് എൻ്റെ ഇന്റർവെൻഷൻ, BJP കേരളം ഇന്റർവെൻ ചെയ്തിട്ട് കൊല്ലത്തിന്റെ ESI ഹോസ്പിറ്റലിന് 550 കോടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് അതിനൊരു മോഡേൺ ടീച്ചിങ് കം റിസർച്ച് കോളേജ് ആക്കാൻ ഒരു പ്രപ്പോസൽ കൊടുത്തപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചില്ല. അപ്പോൾ ഈ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എല്ലാം നല്ല ചോദ്യങ്ങളാണ്. അത് ചോദിക്കേണ്ടത് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് ഭരിച്ച ഒരു സർക്കാരോടാണ് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു എല്ലാവരോടും. എന്നെ വിളിച്ചല്ലോ, എത്രയോ പേര് വിളിച്ചു. FCRA കുറിച്ച് പ്രചരണം നടക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി പറയുന്നുണ്ട്. അതിലെന്താണ് സത്യം എല്ലാം ചോദിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ പാസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. അതെല്ലാം ആ ആശങ്ക ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ബില്ല് പാസ് ചെയ്യുള്ളൂ.
അല്ല, അതിലൊന്നുമില്ല. ഞാൻ അത് വായിച്ചു പഠിച്ചതാണല്ലോ. ഞാൻ പറഞ്ഞു അത് ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ഒരു പ്രചരണം നടക്കുമ്പോൾ നോക്കൂ, 5-6 ദിവസം മുമ്പേ ഡീലിൻ്റെ പ്രചരണം നടന്നില്ലേ? അതിങ്ങനെ ഒരു ഡെലിബറേറ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യല്ലേ? എങ്ങനെയെങ്കിലും ഈ വികസനം എന്ന ഒരു ഇഷ്യൂ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു, ഇത് പാസ് ചെയ്യണ്ട, ഇപ്പോൾ പാസ് ചെയ്തിട്ട് കാര്യമില്ല, ഇവരിങ്ങനെ ഒരു പ്രചരണം നടത്തും, ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിയിട്ട് പിന്നെ പാസ് ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ് സമ്മതിച്ചു. ഇല്ല, അവരുടെ അവർക്ക് ആശങ്ക ഉണ്ടെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് അത് ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ടല്ലോ, കിരൺ റിജിജു, അദ്ദേഹം വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കും. ആര് പറഞ്ഞു ചർച്ച നടന്നു? അല്ല, ഒരു കാര്യം, ഒരു മിനിറ്റ്, ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? കുറെ പരിശ്രമിച്ചിട്ടുണ്ടാക്കിയ ഡോക്യുമെന്റ് ആണ്. ഇതിനെക്കുറിച്ച് ആദ്യം ചോദിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതെ, അത് ശരിയാണ്. ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് CPM നും കോൺഗ്രസിനും സാധിക്കില്ല, ഞങ്ങൾ സാധിക്കും. കാരണം ഞങ്ങളുടെ ഒരു ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു വിഷനും ഉണ്ട്. ഇത് ഗ്യാരണ്ടി മാത്രമല്ലല്ലോ, ഇതാണല്ലോ വ്യത്യാസം. ഈ ഒരു വ്യാജ ഗ്യാരണ്ടി മുമ്പോട്ട് വെക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി, അവരോട് ചോദിക്കണം. ഇന്ന് KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ KSRTCന്റെ ഫ്ലീറ്റ് എക്സ്പാൻഷൻ, ഇന്നിപ്പോൾ KSRTCന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ ഞങ്ങളിത് പറഞ്ഞത് എന്താ? 5 ഫൗണ്ടേഷണൽ പില്ലേഴ്സ്: ഇൻവെസ്റ്റ്മെന്റ്, ഇക്കണോമിക് ഗ്രോത്ത്, എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി. എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ക്ഷേമം അല്ലെങ്കിൽ ഇങ്ങനത്തെ ബെനിഫിറ്റ്. ഇക്കണോമിക് എക്സ്പാൻഷൻ ഇല്ലെങ്കിൽ അത് നടക്കില്ല. ഗവൺമെൻറ് ഇതിപ്പോൾ ചോദിച്ചല്ലോ, കടം എങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂടുതൽ എടുക്കുന്നത്? അത് കാരണം ഗവൺമെൻറ്റിന് റവന്യൂ വർദ്ധിക്കുന്നു, കൂടുതലാവുന്നു, ഇക്കണോമിക് ഗ്രോത്ത് വരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ആവുന്നു, ടാക്സ് റവന്യൂസ് കൂടുന്നു. ഇതെല്ലാം വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ഇക്കണോമിക്സ് ഒന്നുമല്ല, ഒരു ബേസിക് ഇക്കണോമിക്സ് ആണ്. ഒരു ഇക്കോണമി വർദ്ധിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂ കൂടുതലാവില്ല. ഗവൺമെന്റ് റവന്യൂ കൂടുതലായാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് നടന്നില്ലെങ്കിൽ, ഇത് ചെയ്യണമെങ്കിൽ കടം വാങ്ങിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് കേരളത്തിൽ നടക്കുന്നത്. കടം വഴി ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം ആ കടം നിങ്ങൾക്ക് റീപേ ചെയ്യണം. അതാണ് ഇപ്പോൾ 92.5% ഡെറ്റ് സർവീസ്, പെൻഷൻ, അതിൻ്റെ ആ സ്ഥിതിയാണല്ലോ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി. അത് മാറ്റണമെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് വരണം. സാറേ, അതല്ലേ ഞാൻ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് റെവല്യൂഷൻ ആൻഡ് പേയിങ് ഡൗൺ ഡെറ്റ്. ഇതൊന്ന് വായിക്കണം പ്ലീസ്, ഒന്ന് മൈ റിക്വസ്റ്റ്. അത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം റെഡി ടു ഡിസ്കസ്. Last 12 years, India's GDP growth was 3 times compared to the last 12 years before. അത് കഴിഞ്ഞിട്ട് GDP growth 3% ആകുമ്പോൾ, 3 ആകുമ്പോൾ debt കൂടി 3.5% ആണ് കൂടിയത്. In Kerala, it was 2.4% of GSDP growth and 2.3% of debt growth. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ കണക്കുകൾ വ്യത്യാസമുണ്ട്. അതായത് അല്ല, അങ്ങനെ സാറ് ഇക്കണോമിക് എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ സാരല്ല, അങ്ങനെ അല്ല. യു ആർ നോട്ട് കോട്ടിങ് എനി ഫാക്ട്. The fact is, today 92.5% of the revenues of the government of Kerala go to service debt and pensions. That is why they are not able to invest anything. If you are not able to invest anything, you cannot create economic activity. അതാണ് ബോട്ടം ലൈൻ. ഇനിയിപ്പോൾ ആ കണക്ക് ഇവിടുന്ന് തുടങ്ങാണോ അവിടുന്ന് തുടങ്ങാണോ അത് നിങ്ങളുടെ ഓപ്ഷൻ. ഫാക്ട് ഇസ്, കേരളത്തിൻ്റെ ഇക്കോണമി ഈസ് ബർഡൻ ബൈ ഇറ്റ്സ് ഡെറ്റ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ 1-to-1 ഇരുന്നിട്ട് സംസാരിക്കാം.